രാഗിൻ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. രാഗിൻ ഇപ്പോൾ ഏത് ബൂത്തിലാണുള്ളത്? അവിടെയും ഈ സമയത്തോടടുക്കുമ്പോൾ, തീരാനുള്ള നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ നീണ്ട നിരയുണ്ടോ? ഇവിടെ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. വടക്കന്തറ NGUP സ്കൂളാണിത്. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ സമയവും ഇത് തന്നെയായിരുന്നു കാഴ്ച. പലരും ചില പരാതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം മന്ദഗതിയിലാണ് ഈ പ്രക്രിയ നടക്കുന്നതെന്നടക്കമുള്ള ചില പരാതികളൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഇതാണ്. നിരവധി പേർ ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സമയം അടുക്കുന്നു. 6 മണിക്ക് വരുന്നവർക്ക് മുൻപ് വരുന്നവർക്ക് ഒരു ടോക്കൺ നൽകിക്കൊണ്ടായിരിക്കും ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു വെച്ചിങ് കാണാനില്ല. 3-ാമത്തെ പ്രാവശ്യമാണ് വന്നിട്ട് മടങ്ങണം. 3 തവണ വന്ന് മടങ്ങി. വളരെ സ്ലോ ആണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറേ നീ ഓട്ടിയോ 5 മണിയാകുമ്പോൾ ഇനി ആൾക്കാർ വരാനുണ്ട്. ആൾക്കാർ വരാനുണ്ട്. ഭയങ്കര സ്ലോ ആയത് തന്നെ ഇങ്ങനെ സമയം 6 മണി കഴിയുന്ന അറിയില്ല. ഈ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ ശേഷം പിന്നെ വോട്ട് ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ട്. ജോലിക്ക് പോയി ആദ്യം വന്നു, പിന്നെ മടങ്ങിപ്പോയി, പിന്നെയും വന്നു, പിന്നെയും മടങ്ങിപ്പോയി, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറയുന്നത്? എന്തെങ്കിലും നടപടി? ഈ ബൂത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ BJP ആയതുകൊണ്ടാണെന്ന് അറിയില്ല. അത് ഭൂരിപക്ഷമാണ്. എപ്പോഴും മറ്റുള്ള ബൂത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പീഡായിരിക്കും. അവിടെ 4-5 ആളെ ഉണ്ടാവുള്ളൂ. ഇവിടെ എപ്പോഴും ഒരു 10-40 പേര് എപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ടാവും. അതിനും ഉദ്യോഗസ്ഥര് മനഃപൂർവ്വം അറിയില്ല. സ്ലോ പോലെ ഉണ്ട്. പല പ്രാവശ്യം പറയണു. വന്നിട്ട് മടങ്ങി പോകുന്നുണ്ടല്ലേ? അല്ല, ഇപ്പം അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനുള്ള എത്ര നേരമായാലും നമ്മൾ ടോക്കൺ കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു 6 മണിക്ക് മുൻപ് വന്നാൽ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സ്ഥിതിയില്ല. ടോക്കൺ കൊടുത്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നവർ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് പ്രശ്നം. ഇത്തരം കാര്യങ്ങളാണ് അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 60% മുകളിൽ പോളിംഗ് ആയിട്ടുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയ്ക്ക് കാരണം ആ മണ്ഡലങ്ങളിൽ മാത്രമാണ് പോളിംഗ് എന്നതുകൊണ്ട് അല്പം പോളിംഗ് ശതമാനം കുറയാറുണ്ട്. അത്തരം ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ ഉണ്ടാകാറുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നീങ്ങുന്നില്ല. രാവിലെ തൊട്ട് സ്ലോവാ. രാവിലെ ഒന്നും മടങ്ങിപ്പോയി 12 മണിക്ക് വന്നിട്ട് നമുക്ക് പണിക്കൊന്നും പോകണ്ടേ. 4-ാമത്തെ പ്രാവശ്യം വരുന്നു. പണിക്കൊന്നും പോകണ്ടേ. പണിയൊരു ഗ്യാപ്പ് ഗുണ്ടാമന്നിട്ട് വന്നിട്ട് നിൽക്കണം. പിന്നെയും നിൽക്കുക പറഞ്ഞത്. ഇപ്പോൾ റോഡിലേക്കൊക്കെ ക്യൂ നീങ്ങുന്നൊരവസ്ഥയാണല്ലേ? അതുവരെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ നിലയാണ്. ഇതേപോലെയാണ്. ഉച്ചയ്ക്കും രാവിലെ ഒക്കെ ഇതേപോലെയാണ്. അല്ല, പലരും ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വടക്കന്തറ NGUP സ്കൂളിലെ ഒരു കാഴ്ചയാണിത്. ഇത്തരത്തിൽ 3 ബൂത്തുകളാണ് ഈ മേഖലയിൽ ഉള്ളത്. അവിടെ 2 ബൂത്തുകളിലാണ് പ്രധാനമായിട്ടും ഈ നീണ്ട നിര കാണാൻ കഴിയുന്നത്. ഒരു ബൂത്തിൽ അത്രയ്ക്ക് ആള് കാണാൻ കഴിയുന്നില്ല. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചു വടക്കന്തറയിലെ കാഴ്ചകളാണ് രാഗിൻ നമ്മളിലേക്ക് എത്തിച്ചത്.